അപ്പോഴേ ഞങ്ങളുടെ സൺഡേ സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ? മന്തിയാണ് കേട്ടോ, ചിക്കൻ മന്തി ഉണ്ടാക്കിയിട്ടോ ഇന്ന്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ചിക്കൻ മന്തി ഉണ്ടാക്കണോ ബിരിയാണി ഉണ്ടാക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വന്ന്. മോന് മന്തി ഉണ്ടാക്കണമെന്ന് പറഞ്ഞ്, അപ്പന് ബിരിയാണി ഉണ്ടാക്കണമെന്ന് പറഞ്ഞ്. എന്തിനാണ് ഞാൻ തയ്യാറായിരുന്നു. നറുക്ക് വീണത് മോനാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിന്ന് മന്തിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ സാലിച്ചേട്ടനുണ്ട്, കൊടുക്കാം, വിളമ്പി കൊടുക്കാം. അപ്പോൾ പറഞ്ഞത് എന്താണെന്നോ, ഗ്രേഡ് കൂടിയ വീഡിയോയിൽ വന്നിരിക്കുമെന്നാണ് പറയണത് കേട്ടോ. അപ്പോൾ ഇത് ഗ്രേഡ് കൂടിയ വീഡിയോ ആണ്. അപ്പോൾ അതിൽ അത് മാത്രമേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിളമ്പി കൊടുക്കട്ടെ കേട്ടോ. ചിക്കൻ കാലാണ്. അപ്പം ഞാനും കാല് തന്നെ എടുത്ത് സെയിം ടു സെയിം. നല്ല മണം വന്നുണ്ട് കേട്ടോ. ചട്നി ഉണ്ട്. പിന്നെ ഇത് മയോണൈസ് മോൻ്റെ വർക്ക് ഉണ്ടാക്കിയതാണ് കേട്ടോ. പക്ഷെ ഞാൻ കഴിക്കാറില്ല മയോണൈസ്. പിന്നെ സാലഡ്, ഇത് ക്യാബേജും പിന്നെ സവാളയും കൂടി അരിഞ്ഞ് റെഡിയാക്കിയതാണ്. ഇത് സാലിച്ചേട്ടൻ്റെ സംഭവമാണ് കേട്ടോ. ചമ്മന്തി ഞാനാണ് ഉണ്ടാക്കിയത്, ചട്നി ഞാനാണ് ഉണ്ടാക്കിയത്. അതിൽ സവാളയും തക്കാളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് പിന്നെ അരിയൊക്കെ ഒഴിച്ച് റെഡിയാക്കിയതാണ്. അപ്പോൾ നമുക്കിനി കഴിക്കാം. അപ്പോഴേ നമ്മളിന്ന് ചിക്കൻ മന്തിയുടെ തയ്യാറെടുപ്പിലാണ് കേട്ടോ. ഇന്ന് സൺഡേ ആയിട്ട് സൺഡേ സ്പെഷ്യൽ ചിക്കൻ മന്തിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു 6-8 പീസ് ചിക്കൻ ഞാൻ 7 പീസ് ചിക്കൻ ഞാൻ വലിയ പീസുകളാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളതൊന്ന് ആദ്യം ഒന്ന് മാരിനേറ്റ് ചെയ്യണം. 1 മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് മന്തി റെഡിയാക്കുന്നത്. അപ്പോൾ നമുക്ക് ചിക്കൻ ഒന്ന് ആദ്യം റെഡിയാക്കാം. ഇപ്പോൾ ചിക്കനിലൊന്ന് ഇതിൽ ഹോളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ആ ഗ്രേവിയൊക്കെ അതിലോട്ട് ഉപ്പും എല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടി നമുക്ക് ഇതിലൊന്ന് അല്പം ചെറുതായിട്ട് ഹോൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന പൊടികളും സ്പൈസസും കൂടിയാണിത്. അപ്പോൾ നമ്മൾ ചിക്കൻ ക്യൂബ് അത് 2 പീസ് എടുത്തിട്ടുണ്ട്. അതങ്ങോട്ട് പൊടിച്ചിട്ട് കൊടുക്കാം. നമ്മൾ ഉപ്പിടരുത്. ഉപ്പ് ഇതിൽ നന്നായിട്ട് ഉപ്പുണ്ടാവും കേട്ടോ. ഒരു പ്രാവശ്യം എനിക്ക് ഇങ്ങനെ അബദ്ധം പറ്റിയതാണ്. ഞാൻ അഗെയിൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഉപ്പ് കൂടിപ്പോയി. അപ്പോൾ ഉപ്പ് ഞാൻ ഇടുന്നില്ല. പിന്നെ എടുത്തിരിക്കുന്ന പൊടികളെന്ന് പറയാനായിട്ട് ഒരു 1.5 ടേബിൾ സ്പൂണോളം നമ്മുടെ ഇവിടെ പൊടിച്ച മസാലപ്പൊടി എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂണിനടുത്തായിട്ട് കാശ്മീരി മുളക് പൊടി. പിന്നെ എടുത്തിരിക്കുന്നത് ജീരകപ്പൊടിയാണ്, ചെറുജീരകം പൊടിച്ചതാണ്. അതൊരു 2 ടീസ്പൂണോളം ചെറുജീരകം പൊടിച്ചത് എടുത്തിട്ടുണ്ട്. ചെറുജീരകം ഇവിടെ ചൂടാക്കി ഞാൻ പൊടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. പിന്നെ സ്പൈസസ് ആയിട്ട് പട്ട, കറേമ്പ്, ഏലക്കയൊക്കെ ഒരു 3-4 വെച്ചെടുത്തിട്ടുണ്ട്. കൂടാതെ 1 ടീസ്പൂണോളം കുരുമുളക് എടുത്തിട്ടുണ്ട്, പൊടിക്കാത്ത കുരുമുളക്. അപ്പോൾ നമ്മൾ മന്തി കഴിക്കുമ്പോൾ ഈ കുരുമുളകൊക്കെ ഇടയ്ക്ക് കടിക്കാൻ കിട്ടണം, അപ്പോഴാണ് ആ മന്തിയുടെ ഒരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഇത്തരം സംഭവങ്ങളാണ് പൊടികളായിട്ടും സ്പൈസസായിട്ടും ഞാൻ എടുത്തിരിക്കുന്നത്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി അരിഞ്ഞ് വളരെ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിട്ട് കൊടുക്കാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചതാണ്. അപ്പോൾ അത് ഇത്തിരി അധികം എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു തടത്തിലധികം വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചി ഞാൻ എടുത്തിട്ടുണ്ട്. അതും ചതച്ചതാണ്, നന്നായിട്ട് ചതച്ചതാണ് കേട്ടോ. അതിട്ട് കൊടുക്കാം. പിന്നെ വലിയൊരു ക്യാപ്സിക്കം നന്നായിട്ട് പൊടിയാക്കി അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ക്യാപ്സിക്കോ മല്ലിയില അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നമ്മൾ ചിക്കൻ വെന്ത് കഴിയുമ്പോൾ കാണാൻ പാടില്ല. അതെല്ലാം ഇതിനലിഞ്ഞ് ചേരണം. പിന്നെ ഇനി ഞാൻ ഒഴിക്കാൻ പോകുന്നത് സൺഫ്ലവർ ഓയിലാണ്. അതൊരു അത്യാവശ്യം കുറച്ചൊരു 100 ഗ്രാമെങ്കിലും ഒഴിച്ച് കൊടുക്കണം. അത് ഒഴിച്ച് കൊടുക്കാം. ഇനി നന്നായിട്ട് നമുക്ക് കൈകൊണ്ട് തന്നെ ഇത് മിക്സ് ചെയ്യാം. അപ്പോൾ കളറൊന്നും ഉപയോഗിക്കുന്നില്ല. ഇവിടെ നമ്മൾ ഒറിജിനലി നമ്മുടേതായ രീതിയിലാണ് വെക്കുന്നത്, നാടൻ രീതിയിൽ. നമ്മൾ കളറും കാര്യങ്ങളും പുറത്തുനിന്നുള്ള ഒരു സംഭവം ചേർക്കുന്നില്ല.
കളർ വേണ്ടവർക്ക് കളർ ചേർക്കാം. അതിന് പകരമാണ് ഞാനിവിടെ കാശ്മീരി മുളക് പൊടി ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു മണിക്കൂറെങ്കിലും ഇത് റെഡിയാക്കി വെക്കണം. എന്നിട്ടാണ് നമ്മളിത് മന്തി റെഡിയാക്കുന്നത്. അപ്പോൾ ഞാൻ അരിയും ബസ്മതി റൈസ് കഴുകി നീറ്റാക്കിയിട്ട് അത് ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു മണിക്കൂർ ഇങ്ങനെ ഇരിക്കട്ടെ. അതിന് ശേഷം നമുക്ക് റെഡിയാക്കാം കേട്ടോ. അപ്പോൾ ഈ സമയത്ത് തന്നെ നമുക്ക് ഒരു ചെറുനാരങ്ങ കൂടി പിഴിഞ്ഞിടണം. ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടി പിഴിഞ്ഞൊഴിക്കാം. അപ്പോഴേ നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടാ. ഞാൻ 10 മണിക്ക് ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. ഇപ്പോൾ 11:30 മണി കഴിഞ്ഞു. നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അത് ഇന്ന് വേവിക്കണം. അപ്പോൾ ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിലാണ്. അതിന് ശേഷം ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമും. എന്നിട്ട് നമുക്ക് ഇടയ്ക്ക് ഇതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചൊക്കെ ഇടേണ്ടി വരും. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഞാൻ മന്തിക്കുള്ള റൈസ് ഉണ്ടാക്കാൻ വേണ്ടി അരിക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അരി എന്ന് പറഞ്ഞാൽ 1/2 കിലോ ബസ്മതി റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഒപ്പം ഇത് ഉണക്ക നാരങ്ങയാണ്, അതിട്ട് കൊടുക്കാം. 1-2 ബേ ലീഫാണ്, അതിട്ട് കൊടുക്കാം. പട്ട, കറയം, ഏലക്ക 2-3 നാലൊക്കെ വെച്ചിട്ടുണ്ട്, അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കൊരു അല്പം ഒരു ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മൾ 1 മണിക്കൂർ മുമ്പ് 1 മണിക്കൂറോളം ഞാൻ കഴുകി നീറ്റാക്കി കുതിർത്ത് വെച്ച അരിയാണ്, അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ചിരിക്കുകയാണ്. ഞാൻ അരി ഇങ്ങനെ കുതിർത്ത് വെച്ചിരുന്നതാണ്. ഒരു ഊട്ടപാത്രത്തിൽ കോരി വെച്ചിരുന്നു. അപ്പോൾ അത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ മന്തിക്ക് മേടിക്കുന്നത് ബസുമതി റൈസും നമ്മുടെ ബിരിയാണിക്ക് ഞാൻ കൈമ റൈസും എടുക്കുന്നത് കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒരു 90% ഈ അരി വേകണം. 10% നമ്മൾ ചിക്കനിലിട്ടും റെഡിയാക്കി എടുക്കും. ഓക്കെ, ചോറ് നോക്കാം കേട്ടോ. നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 90% മതി. 10%-ത്തോളം നമുക്ക് ചിക്കനിൽ കിടന്ന് റെഡിയാക്കാനുള്ളതാണ്. നമുക്ക് ചോറ് കോരി മാറ്റാം. ഇവിടെ ചിക്കൻ നോക്കാം കേട്ടോ. ചിക്കൻ ഇപ്പോൾ 20 മിനിറ്റ് അധികമായി. 10 മിനിറ്റ് ഞാൻ ഹൈ ഫ്ലെയിമിലിട്ടു. പിന്നെ ഞാൻ ലോയിലിട്ടേക്കണേണത്. അപ്പോൾ പീസ് ഇത്തിരി വലുതായതുകൊണ്ട് നമുക്കൊരു അരമണിക്കൂറെങ്കിലും ഇത് ഇടണം. ഇടയ്ക്ക് ഞാൻ മറിച്ചിട്ടിരുന്നു. മറിച്ചും തിരിച്ചൊക്കെ 2 തവണ ഞാൻ ഇട്ടതാണിത്. ചിക്കൻ നോക്കാം കേട്ടോ. ഇവിടെ ചിക്കൻ റെഡി ആയിരിക്കുകയാണ്. ഇത്ര മതി, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് നമുക്ക് ദം ചെയ്യണം. ഇത്തിരി ഒരല്പം എണ്ണ ഇതിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ. ഒരല്പം ദം ചെയ്യുമ്പോൾ റൈസിലിടാൻ വേണ്ടിയാണ്.
നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം കേട്ടോ. റൈസ് ഇപ്പം ഞാൻ അങ്ങോട്ട് കോരി മാറ്റിയുള്ളൂ. നല്ല ചൂടുണ്ട്. ചൂടോടുകൂടി തന്നെയാണ് നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ചെറുതീയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. പകുതി റൈസ് ഇട്ട് കഴിഞ്ഞ് നമുക്ക് ഇതിൻ്റെ ആ ഗ്രേവി ഒന്ന് ഇട്ട് കൊടുക്കണം. നമുക്ക് ഈ ഗ്രേവി നമ്മൾ എടുത്ത് മാറ്റി വെച്ച ഗ്രേവി ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം. ബേ ലീഫൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള മസാല അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഒരു 5 പച്ചമുളകാണ്, അതങ്ങോട്ട് കുത്തി കൊടുക്കാം. ഇതിൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടി. ഇനി നമ്മൾ ചെയ്യുന്നത് ഒന്ന് സ്മോക്ക് ചെയ്യണം. പാത്രം നടുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒരു കഷ്ണം ചാർക്കോൾ കനലാണ്, അതങ്ങനെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് കൊടുക്കാം, ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഉടനെ തന്നെ പാത്രം മൂടി വെക്കാം. ഇന്നൊരു 10 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ ഇരിക്കട്ടെ. അപ്പം ഞങ്ങൾ കഴിക്കാൻ പോവാം കേട്ടോ. ആര് ജയിക്കുമെന്ന് നോക്കാം. ഓക്കെ, കഴിക്കണം. അല്ല, സ്മോക്കൊക്കെ ഇട്ടപ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ. ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചട്നി മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ പ്രാവശ്യത്തെ മന്തിക്ക് ഇത്തിരി കളർഫുള്ളാണ്. ഞാനും കളർഫുള്ളാണ് കേട്ടോ. പൊങ്കാല ഇടുന്നില്ല. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നല്ലതാണോ? അപ്പോൾ ഈ മന്തിയുടെ വീഡിയോ ഞാൻ പ്രിപ്പറേഷനൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് കമൻ്റ് ഇടണേ. പൊങ്കാല ഇടല്ലേ കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും കഴിച്ചോ? ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇതാണ്. സൺഡേ സ്പെഷ്യലി ചിക്കൻ മന്തിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കഴിച്ചെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടുകൂടെ ഞങ്ങളുടെ എല്ലാവരുടെയും ബായ്.